നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഉടൻ തന്നെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മുംബൈയിലെ ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ പണമിടപാടിൽ ഇന്ത്യ എങ്ങനെയാണ് മുന്നിലെത്തിയതെന്നും മോദി പറഞ്ഞു. ഡിജിറ്റൽ ഇടപാടുകൾ ഇന്ത്യക്കുള്ളതല്ല എന്ന് ചില രാഷ്ട്രീയക്കാർ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് ഈ രാജ്യത്ത് പ്രവർത്തിക്കാനാവില്ല എന്ന മുൻവിധി അവർക്കുണ്ടായിരുന്നുവെന്നും മോദി പറഞ്ഞു. എന്നിരുന്നാലും രാജ്യത്തെ ജനങ്ങളുടെ കഴിവുകൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകളിൽ ഇന്ത്യ ഇന്ന് പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ്. ഇന്ത്യയുടെ UPIയും ആധുനിക ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറും കാരണം ആളുകളുടെ ജീവിത സൗകര്യം മെച്ചപ്പെട്ടു. രാജ്യങ്ങളിലേക്ക് പണം അയക്കുന്നത് അവർക്ക് എളുപ്പമായി എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ കാര്യക്ഷമമായ പ്രവർത്തനം രാജ്യത്തിന് ഗുണം ചെയ്യുമെന്നും മോദി പറഞ്ഞു. മാധ്യമങ്ങൾ ആളുകളെ അവരുടെ ശക്തിയെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വ്യവഹാരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് മാധ്യമങ്ങളുടെ സ്വാഭാവിക ധർമ്മമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2014 മുൻപ് മിക്ക ആളുകൾക്കും സ്മാർട്ടപ്പ് എന്ന വാക്ക് അറിയില്ലായിരുന്നുവെന്നും എന്നാൽ മാധ്യമങ്ങൾ അത് എല്ലാ വീടുകളിലും എത്തിച്ചുവെന്നും മോദി പറഞ്ഞു. അതേസമയം RBIയുടെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ തന്നെ രാജ്യത്ത് 8 കോടി പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. റോഡ്, റെയിൽവേ, തുറമുഖ മേഖലകളിൽ 29,000 കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് തറക്കല്ലിട്ട ശേഷം മുംബൈയിലെ ഗോരഖാവ് നഗരപ്രാന്തത്തിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മോദി. RBI അടുത്തിടെ തൊഴിലിനെ കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 3-4 വർഷത്തിനിടെ 8 കോടിയോളം പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഈ കണക്ക് ജോലിയെക്കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരെ നിശബ്ദരാക്കിയെന്നും മോദി പറഞ്ഞു. നൈപുണ്യ വികസനവും തൊഴിൽ അവസരങ്ങളും രാജ്യത്ത് ആവശ്യമാണ് എന്നും ഞങ്ങളുടെ സർക്കാർ ഈ ദിശയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുംബൈയിലും പരിസരങ്ങളിലും വരാനിരിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ സമീപ പ്രദേശങ്ങളുമായുള്ള നഗരത്തിന്റെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ ഗവൺമെന്റിന്റെ 3ാം ടേമിനെ ചെറുതും വലുതുമായ നിഷ്പക്ഷർ ആവേശത്തോടെ സ്വാഗതം ചെയ്തുവെന്നും എന്റെ ലക്ഷ്യം മഹാരാഷ്ട്രയെ ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തി കേന്ദ്രമാക്കുകയും മുംബൈയെ ആഗോള ഫിൻടെക് തലസ്ഥാനമാക്കുകയും ചെയ്യുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു.